ഹലോ, ഞാൻ ഇവിടെ വന്നിട്ടൊരു വ്ളോഗ് പോലും ചെയ്തില്ല. ഹലോ, ഇപ്പം ഞാനുള്ളത് ആൻറ്റിയമ്മയുടെ വീട്ടിലാട്ടോ. അതായത് ഞങ്ങളുടെ മിനി ആൻറ്റിയുടെയും ടോമി അങ്കിളിൻ്റെയും ടിറ്റിയുടെയും ടീച്ചപ്പൻ്റെയൊക്കെ വീട്ടിൽ. അപ്പോൾ അവിടെ ഞാൻ 2 ദിവസത്തേക്ക് നിൽക്കാൻ വന്നതാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും നമ്മുടെ ലൂക്കു പറയുന്ന പോലെ ആൻറ്റിയമ്മയായിട്ടുള്ള കുറച്ച് ചിറ്റ്ചാറ്റുമാണ് ഇതിൻ്റെ അത് കാണുന്നത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ തിരക്കിടില്ലാണ്ടൊക്കെ പോകുന്നു. ഒരെണ്ണം കുളിക്കുന്നു. ശരി, കുളിക്കണം. ചേർത്തില്ലെന്ന് പോന്നപ്പം അതിന് മാത്രമാണെന്നുള്ളൂ. നിങ്ങളുടെ മകൾ കടിക്കാനോ ഒന്നും താന്നില്ല. ഞാൻ രാവിലെ കുളിച്ചു. പറ, എന്തൊക്കെയുണ്ട് വിശേഷം? വെല്ലുമ്മച്ചിയുടെ അടുത്ത് പോയി. വെല്ലുമ്മച്ചീനെ കുളിപ്പിച്ചു. വെല്ലുമ്മച്ചിക്ക് ചോറ് കൊടുത്തു. നിങ്ങൾ അന്വേഷിച്ചാൽ ഹലോ, തുറക്കൂ, ഞാൻ പുറത്തിരിക്കുക. അത് മിസ്സായി പോയി. അത് കിട്ടിയില്ല, അത് മിസ്സായി പോയി. ഇങ്ങോട്ട് പോകുന്ന വീട്ടിൽ കാല് വെച്ച് ലൈനപ്പോ വിളി തുടങ്ങി. അത് ഞാൻ അതിനെ കണ്ടില്ലല്ലോ. ഏതിലെല്ലാം എന്നിട്ട് വെല്ലുമ്മച്ചിക്ക് ചോറ് കൊടുത്തു, കുളിപ്പിച്ചു. അതൊക്കെ മാറ്റിയുണ്ടേ. മിനി ടീച്ചറിന് എന്താണ് സ്കൂള് തുറക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം? എനിക്ക് മൺഡേ സ്കൂള് തുറക്കുവാണ്. ഇപ്പോഴേ ആദ്യം കയറുവാണ്. എന്തിന് പിള്ളേരല്ലേ ആദ്യം കയറണ്ട? ടീച്ചറിനെ ഓർത്തിട്ട് ഇപ്പോഴത്തെ തലമുറയല്ലേ, അവരെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഞങ്ങളെയൊക്കെ മാനേജ് ചെയ്തില്ലേ, പിന്നാണോ ഇത്? ഒരു രസമല്ലേ. പിന്നെ അല്ലാണ്ട് അവരുമായിട്ട് കളിച്ചും ചിരിച്ചും അവരുമായിട്ട് 12 മാസം ഗുസ്തി പിടിക്കണം. നുണക്കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് എത്ര ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റുന്നവരെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ പുതിയ ആൾക്കാർ ഇപ്പുറത്തോട്ട് വന്നിട്ട് മെയിൻ ടീച്ചറെ എന്ന് പറഞ്ഞ് ഇപ്പൊ 2 ദിവസം ഇപ്പുറത്ത് നിന്ന് കാരണം കൂടി വേണ്ടില്ല. ഇപ്പൊ നാളെ ചെല്ലുമ്പോ തിങ്കളാഴ്ച ചെല്ലുമ്പോ അപ്പുറത്തോട്ട് വരുമ്പോ ഇപ്പുറത്തിരിക്കുമെന്നൊന്നും അറിയാൻ വേണ്ടി. അതന്നെ, കാരണം ഞങ്ങൾക്ക് അതിലേ കൂടി ഒരു വഴിയില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് അതിലേ കൂടി ഒരു വഴി കിട്ടും, മഴയത്ത് നടുക്കൂടി പോകാനായിട്ട്. അപ്പൊ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മൂടാനും വരാനും ഒക്കെ നല്ല സൗകര്യമാണ്. പുറകെ ഓടുന്ന ടീമൊക്കെ ഉണ്ട്. ഇതാണ് എൽസുവിന്റെ സിസ്റ്റർ. എൽസിനും പോലെ തന്നെ ഇല്ലേ, ഡിറ്റോ. എന്നെ കണ്ട എൽസ് വേണമെന്ന് ചോദിക്കും ഇപ്പം എല്ലാവരും. എൽസമ്മ എവിടെ പോകണമെന്നില്ല. ഇത്ര മാച്ചിങ് വേറെ ഒരിടത്തും ഇല്ലെന്ന് എല്ലാവരും പറയണം. ശരിയാട്ടോ, സത്യം. എൽസിനും പോലെ ഉണ്ടോ? എൽസു ഇതിനുമ്പോ അതുണ്ടെന്ന്. അപ്പം ഞാൻ എൽസു മിനിയുമാണെന്ന്. ഇങ്ങോട്ട് നോക്കിയാൽ തിരിച്ചായാലും ഫോട്ടോ എടുക്കട്ടെ. എന്തൊരു ഗ്ലാമറാണ്. ആർക്കാണിക്കാ? എൻ്റെ ഗ്ലാമർ ഞാൻ തന്നെ കണ്ട സത്യം. അതെ, ഇത്രയും ഗ്ലാമറുണ്ടല്ലോ. ശരിക്കും ഗ്ലാമറിന്റെ കഥ പറയണമെങ്കിൽ അങ്കളും കൂടെ ഉണ്ടാകും. ഈ കഥകൾ പല ഐറ്റം കേൾക്കാം. അങ്കളും കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ എലുമ്മച്ചിനെ തൂത്ത് തുടച്ച് കഴുകി ചായ കൊടുത്ത് കുടിപ്പിച്ചു. സെക്കൻഡ് ട്രിപ്പ് യൂറിൻ പാസ് ചെയ്യലും കഴിഞ്ഞ് തൂത്ത് തുടച്ചു. തിരുഹൃദയത്തിനെയും തൂത്ത് തുടച്ച് എല്ലാവരെയും തൂത്ത് ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ചായ തരുന്നില്ല. ചായ ഞാൻ കൊണ്ടുവന്ന ഭാഗത്തോട്ട് എല്ലാ വല്ലായികയൊക്കെ പറയാതെ കിട്ടിയത് വല്ലതും പറയാം. പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കയറി ഭാഗത്തോട്ട് ചായ ചോറ് ഞങ്ങൾ കഴിച്ചു. ചൊറുക് കറിയും എല്ലാം കൂട്ടി കഴിച്ചു. അവള് കഴിച്ചു. ചെറുക് കറി സൂപ്പർ കറിയാന്ന് പറഞ്ഞു. അവിടുത്തെ പോലെ തന്നെ പലഹാര പാത്രം ഇവിടെയും ഉണ്ട് ഗൈസ്. ഒരു കപ്സ് ഇരിക്കുന്നു. കപ്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കടയിൽ. വേണ്ട, മീറ്റിൻ്റെ പത്തിരി ഉണ്ട്. പത്തിരി
പിലോ ഇവിടെ ഇല്ലാത്തോണ്ട് പിലോടെ ഉണ്ടെങ്കിൽ അത് പിലോണുള്ളപ്പോഴും തരികയല്ലോ ബനിയൻ ഇടാനാണ്. വീട്ടിൽ ഇടാനുള്ളതാ. ഇത് നല്ല ബനിയല്ലേ. ഇത് അവൾക്ക് കൊടുത്ത ടിക്കി കൊടുത്ത ഹോസ്പിറ്റലിൽ പോയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. സോഫ്റ്റാ അല്ലേ? സോഫ്റ്റ് അല്ലേ? മോഡലിൻ്റെ ആണോ നീ കൊണ്ടുവന്നാണോ? ഞാൻ കൊണ്ടുവന്ന പാക്കറ്റ് ആയിരിക്കും. നിനക്ക് മറ്റേ വേണ്ട ഫാമിലിയാ? അതെ, ഞാൻ മറ്റേ കുറിച്ചോ. നിങ്ങൾ ഭയങ്കര കടുപ്പാ. മറ്റതെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെയൊക്കെ ബ്രൂവിന്റെ കണ്ടിട്ടുണ്ട്. ബ്രൂ കോഫി എന്താണ്? ഇതാണ് നമ്മുടെ ബ്രൂ കോഫി. അപ്പം ചായപാത്രം അതെല്ലാം സ്റ്റവ് വെച്ചോ. ചായപാത്രം ഇരിക്കുന്ന അതല്ലെന്ന് നിനക്ക് ചായ എടുക്കണ്ടേ? ഈ ചൂലിന്റെ ഈ ഡോറിന്റെ പുറയില് ഹായ് കുറയോ? ഒരു ഹായ് പറയോ? ഹായ് മാറു കുട്ടി, ഹായ് വരട്ടെ. വരും. എന്ത് ഡീസന്റ് ആയിട്ട് ഹായ് പറയുന്നു. ജാക്കിനെ വിളിക്കും. ജാക്കി ജാക്കി അവൻ നല്ല ഉറക്കാണ്. ജാക്കി ഉണ്ടാ. ഇപ്പൊ വല്ല കാക്ക വരാവോ ഈ പറമ്പില് കടന്നു മറിക്കുന്നതാണ്. അവൻ അങ്ങനെയാണ്. ഞാൻ വയ്ക്കുമ്പോ അവൻ അനങ്ങാതെ കിടക്കും. എത്ര നേരം കിടന്നു. അപ്പൊ എന്നെ പോ കാക്ക എന്ന് പറഞ്ഞെന്ന് അവൻ അപ്പ കുറയ്ക്കും. അതുവരെ ഒന്ന് നോക്കി കിടക്കുക. കാക്ക അവിടെ ഇരിക്കത്തെ കുഴപ്പമൊന്നുമില്ലല്ലോ. ദൈവമേ, ആ ബോധം കൊടുത്തത് ദൈവത്തിന്. നല്ല എന്താ ഷുഗർ കഹാം ഹേ? നീ ഇതിട്ട് ചായ എടുക്കും. ഞങ്ങൾക്ക് സാറാ ചായ. പോകല്ലേ 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 തെറ്റിക്കുള്ളത്. നെക്സ്റ്റ് കാറ്റഗറി. ടീ സ്പെഷ്യൽ ടീ. സ്പെഷ്യൽ ടീ ഫോർ മകൾ. നിങ്ങളിത് കാണണം. നിങ്ങൾ തോന്നിക്കണം അത് ആർക്കുള്ള സ്പെഷ്യൽ ടീ ആണെന്ന്. തിളപ്പിക്കുന്ന ഇത് ഇൻസ്റ്റന്റ് പൗഡർ ഒന്നും അല്ല. അവിടെ ഇച്ചിരി നേരം ഇരിക്കുമ്പോ എന്റെ ഫുള്ള് ഉണ്ടായി. ഇതൊന്നും അവള് കാണാത്തോണ്ട് കുഴപ്പമില്ല. പിന്നെ അവളെന്റെ യൂട്യൂബ് ചാനൽ തിരിഞ്ഞു നോക്കാത്തോണ്ട് അവിടെയും ആന്റി സേഫ് ആണ്. അതുകൊണ്ട് ഇത് തന്നെ അവള് കാണും. ഇതുവരെ അവള് കണ്ടിട്ടില്ല. ആര് പറഞ്ഞു കണ്ടിട്ടില്ല? അവളൊരു പറഞ്ഞു. അവളത് പറയുമല്ലേ? അല്ല, അവൾക്ക് അവളെ തന്നെ അതിൽ കാണാൻ നടക്കേണ്ടതാണ്. അത്ര ഫേമസ് ആണ് എന്റെ യൂട്യൂബ് ചാനൽ. യു നോ ഗൈസ്, സോ ഷീ ഡോണ്ട് വാണ്ട് ടു വാച്ച് മൈ. പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ആരാണ് ഫേമസ് ആകുക എന്നൊക്കെ. മാർക്ക് ഹർ വേർഡ്സ്. Let's see. And coffee. ഇതില്ലായിരുന്നു. ഇത് മൊത്തം നനഞ്ഞ് വല്ലാണ്ട് കിടക്കണം. ഞങ്ങളെ വീട് നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഒന്ന് പോയിട്ട് വന്നതാ. പക്ഷെ വൃത്തിക്ക് ഓർമ്മയൊന്നുമില്ലല്ലോ. കഴുകിയ ഇവിടെ ഇട്ട് കൂടുതൽ വെള്ളം യൂസ് ചെയ്താ ഇവിടെ. അങ്ങനെ എൻ്റെ കോഫി റെഡിയായി. എൻ്റെ ടീയും റെഡിയായി. ഷുഗർ ഇല്ലാത്ത ടീ ഒരെണ്ണം വേണം. വിത്ത് പിന്നെ കോഫി. പിന്നെ ബ്ലാക്ക് ടീയുടെ ബ്ലാക്ക് മാൻ ഇവിടെ ഇല്ല.
ആന്ധ്രാപ്രദേശിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ബ്ലാക്ക് ടീക്ക് ഇന്ന് കുറച്ച് ഓട്ടം കുറവാണ് 2 ദിവസമായിട്ട്. നല്ല കടുപ്പം സ്ട്രോങ് ആ ഇച്ചിരി സ്ട്രോങ് കൂടി കൊടുക്കും. ആദ്യം കണ്ണന്തേവ് മാത്രം ഒഴിച്ചു കൊടുക്കണത്. കയ്യിൽ നിന്ന് പോയപ്പോ ഇപ്പൊ കണ്ണന്തേവിന്റെ അനിയനും ചേട്ടനും എല്ലാം കൂടെ മിക്സ് ചെയ്തായിരിക്കും. ഇതൊക്കെ ടിറ്റി എന്റെ യൂട്യൂബ് കാണില്ല എന്നുള്ള ധൈര്യത്തിൽ മാത്രമാണ്. എന്തെങ്കിലും കാണുന്ന കാലത്ത് ആന്റിയോട് ചോദിച്ചോളൂ. ഫണ്ണല്ല. ഇതെങ്ങോട്ട് എന്താണ് എങ്ങോട്ട് നോക്കിയാണ് ഒഴിക്കുന്നത്? മൊത്തം മൊത്തം മണിവളി. ആൻഡ് ഈവനിങ് വിത്ത് ആൻറ്റി, അതായിരിക്കും ഈ വീഡിയോയുടെ ഇത്. ഈവനിങ് വിത്ത് ടീ. ആൻറ്റി ആൻഡ് ഹർ ടീ. പക്ഷെ എൻ്റെ കോഫി ഒന്ന് വാദിക്കലേക്ക് ഇരുന്നു. ഫോർ ഈറ്റ്. നീ കാണാറില്ലല്ലോ. റിക്രൂട്ടിൽ വിടുവാടി. ഇത് തന്നെ ഞങ്ങളെല്ലാരും പഠിക്കുന്നു. അതെ പത്തിരി നേരം അമ്മച്ചി ലൗസ് പത്തിരി. പത്തിരി അതിന് കഴിക്കാൻ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പിൽ പഠിക്കാൻ കഴിഞ്ഞുണ്ട്. ടി വിയിൽ യൂട്യൂബിൽ ക്ലാസ് എടുത്ത് പഠിക്കുന്നു. കൂട്ടത്തിൽ ഞങ്ങളെയും പഠിപ്പിക്കുന്നു. എന്തിനാണെന്നറിയില്ല. അതാ ഞാനും അമ്മച്ചി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ക്ലാസ്. We have cotton jay also. വേലക്കാരിയുടെ അച്ചടിച്ച ശമ്പള സ്കെയിലേത്. 1 മണിക്കൂർ സർവീസിന് 2000 രൂപ, അരമണിക്കൂറിന് 1000 രൂപ, 15 മിനിറ്റിന് 500 രൂപ. അതെ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ വാതിലെ കൂടെ കേറി ആ വാതിലെ കൂടെ ഇറങ്ങി പോകുന്ന വകയിൽ എത്ര രൂപ തരണം? ഇത് ഡിന്നർ സീൻസ് ആണ് കേട്ടോ. നല്ല ബീഫ് കറിയും കാളനും ചൊറകറിയും ക്യാബേജ് കറിയും അച്ചാറൊക്കെ കൂട്ടി നല്ല കുശാലായിട്ട് കഴിച്ചു. ഇത് അടുത്ത ദിവസം പുട്ട് പിഴുങ്ങുന്ന സീനാണ്. എനിക്ക് ഇവരുടെ വീട്ടിൽ ഈ കിച്ചണും ഈ വിൻഡോയും ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു വ്യൂ, സൺലൈറ്റൊക്കെ. ചാറ്റുകൊണ്ട് കൊടുക്കാൻ കാണുന്ന പുട്ട് കുത്തുന്ന കോലില്ലാണ്ട് കത്തി കൊണ്ടും പുട്ട് കുത്താന്നുള്ള വീഡിയോ ആണ് മുന്നേ കണ്ടത്. ഇത് അടുത്ത ദിവസം ഞാൻ പോകാൻ റെഡിയായി. ആൻറ്റിക്കും സ്കൂളിൽ പോകണം. ഇന്ന് ആൻറ്റിയുടെ കുഞ്ഞുമക്കൾ വരുന്ന ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇവിടെ നിർമ്മലയിലെ നഴ്സറി സ്കൂൾ ടീച്ചറാണ് ഞങ്ങളുടെ ആൻറ്റിയമ്മ എന്ന മിനിമോള്. അപ്പം ഞങ്ങളുടെ മിനിമോളുടെ ചിറ്റ്ചാറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ബാക്കി വിശേഷങ്ങളൊക്കെ ഉണ്ട്, അത് പുറകെ.